نور دربي بالقرآن واشرح صدري بالإيمان واغفر ذنبي يا رحمن واستر عيبي يا منان واستر عيبي يا منان نور دربي بالقرآن واشرح صدري بالإيمان واغفر ذنبي يا رحمن واستر عيبي يا منان واستر عيبي يا منان القرآن سراج الأمة وبه نعلو نحو القمة وبه العزة وبه الرفعة وهو شافع يوم الغمة وهو شافع يوم الغمة القرآن به الإجلال نور الصدر شفاء البال قوت الروح أنيس الحال. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനായ PTA പ്രസിഡന്റ് PV ഷെരീഫ് സാഹിബ്, നമ്മുടെ ഈ സംഗമത്തിന്റെ ഉദ്ഘാടകൻ, നമ്മുടെ മുഖ്യാതിഥിയുമായ ബഹുമാനായ ആഷിഖ് മേച്ചേരി, അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മുൻ PTA പ്രസിഡന്റായ ബഷീർ തോട്ടക്കാട്, PTA എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ, പ്രിയ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിന്റെ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമും അതേപോലെ നമ്മുടെ വാർഷികാഘോഷ സംഗമവും ഒന്നിച്ചാണ് നമ്മൾ നടത്തുന്നത്. ഈ പരിപാടി കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയും നമുക്ക് ആവേശകരമായ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ബഹുമാനായ ഫിലിപ്പ് മമ്പാട് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. കുട്ടികൾ എല്ലാവരും അച്ചടക്കത്തോടെ ഇരിക്കണം. ശബ്ദമുണ്ടാക്കാതെ ഇവിടെ നടത്തുന്ന ക്ലാസും അതുപോലെയുള്ള സംഗതികളെല്ലാം കേൾക്കണം. ഈ പരിപാടി അൽഫിത്ര സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ 3 വയസ്സ് മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളെ വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനെ കുറിച്ചും അതിലെ അധ്യാപനങ്ങളെ കുറിച്ചും ആ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പഠിപ്പിച്ച് അവരിവിടെ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്ന കാര്യം ഇതുവരെ നമ്മൾ കണ്ടു കേട്ടു. സ്വാഗത പ്രസംഗത്തിൽ ഒരൊറ്റ വാചകം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സ്വാഗതത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് വളരെ കൂടുതൽ സാക്ഷരരായ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണ്. എല്ലാ നിലക്കും ഭൗതിക സാഹചര്യങ്ങൾ നല്ലോണമുള്ള, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലെയുള്ള ഒരു ജില്ലയിൽ ജീവിക്കുന്നവരാണ്. മതപരമായും ഭൗതികപരമായും നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അവരുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാവണം എന്ന് കരുതി അതിനു വേണ്ടുന്ന എല്ലാം വളരെ നിർലോഭമായി കൊടുക്കുകൊണ്ടിരിക്കുന്ന കാലത്താണ്. പക്ഷേ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഇന്നും ഇന്നലെയുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ചില കാര്യങ്ങളൊക്കെ
രക്ഷിതാക്കളായ നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. എന്താണ് എന്ന് ഞാൻ തെളിച്ചു പറയുന്നില്ല. അതിനുള്ള പരിഹാരം എന്തുള്ളൂ എന്ന് മാത്രം ഒരു വരി പറയാം. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്തുക്കളാണ്. നാണയമായി, കറൻസിയായി മറ്റുള്ള സമ്പത്തുക്കൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ മക്കൾ ആകുന്ന സമ്പത്തുക്കൾ ഒരു 99% ആളുകൾക്കും ഉണ്ട്. ഈ മക്കളെ നമ്മുടെ ഈ ജീവിതത്തിലും നമ്മൾ വിശ്വസിക്കുന്ന പരലോക ജീവിതത്തിലും നമുക്ക് ഗുണകരമാകുന്ന, ഉപകാരപ്പെടുന്ന മക്കളായി വളർത്തുകയും അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം രക്ഷിതാക്കളായ നമുക്കുണ്ട്. അപ്പോ മക്കളെ ഞാൻ പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ, ഞാൻ അനുഭവിച്ച കൈപ്പേറിയതൊന്നും അവർ അനുഭവിക്കാൻ പാടില്ല എന്നത് നല്ല ചിന്തയാണ്. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. അവർ എത്ര വലിയ പഠനത്തിന് പോയാലും, ഏത് സ്റ്റാറ്റസിൽ ജീവിക്കുന്നവരായാലും, ഏത് പ്രൊഫൈൽ ഉള്ളവരായാലും, അവർ എത്ര വലിയവരായാലും, അവർ എത്ര ചെറിയവരായാലും, അവർ നമ്മളുടെ മക്കളാണ്, നമ്മൾ അവരുടെ രക്ഷിതാക്കളാണ്. ഈ ഒരു ബോധം ഇല്ലാതെ പോവുകയും മക്കളെ നമ്മൾ വല്ലാതെ സ്വതന്ത്രരാക്കുകയും മക്കളെ ഒരു വേള നമ്മൾ പേടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വഴിമാറിയാൽ നമ്മളുടെ അധ്വാനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും. നല്ല കരുതലും നല്ല കാവലും നല്ല പ്രാർത്ഥനകളും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ 3 വയസ്സ് മുതൽ ഉള്ളതുപോലെ തന്നെ എന്നുമെന്നും ഉണ്ടാവണമേ എന്ന് എല്ലാ രക്ഷിതാക്കളോടും വളരെ സ്നേഹബുദ്ധി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് PV ഷെരീഫ് സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മഞ്ചേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിഖ് മേച്ചേരിയാണ്. അദ്ദേഹം നമ്മുടെ പരിപാടികളിൽ പലവരും വന്നതാണ്, നമ്മെ കുറിച്ച് അറിയുന്നവരാണ്, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചും അറിയുന്നവരാണ്, നമ്മുടെ വെൽ വിഷർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഹൃദയ സ്നേഹബുദ്ധിയ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കാനായി എത്തിച്ചേർന്ന ഫിലിപ്പ് മമ്പാടി എന്ന് അദ്ദേഹം അറിയപ്പെടുന്ന പേരായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അദ്ദേഹവുമായി പല വേദികളിലും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. എടവണ്ണയിലെ സ്കൂളുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും, ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങളിലും ഒരു മതപണ്ഡിതൻ ചെയ്യുന്നതിലേറെ സംഭാവനകൾ നമ്മുടെ മക്കളുടെയും യുവാക്കളുടെയും ഈ സമൂഹത്തിൻ്റെയും നല്ല ഭാവി, നല്ല ജീവിതം, അച്ചടക്കത്തോടുള്ള ജീവിതം എങ്ങനെയാവണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഫിലിപ്പ് മമ്പാട് സാറിനെ ഞങ്ങൾ ആദരം അറിയിക്കുന്നു. ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ബഹുമാനായ ബഷീർ തോട്ടക്കാട് അവർകളാണ്. അതുപോലെ PTA എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്, PTA ജനറൽ ബോഡി മെമ്പർമാരുണ്ട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ട്, സ്നേഹം നിറഞ്ഞ കുട്ടികളുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം സ്വീകരിക്കാനും നിയന്ത്രിക്കാനും ബഹുമാനായ PTA പ്രസിഡന്റ് ആവശ്യപ്പെട്ടു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് PV ഷെരീഫ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅൽഹംദുലില്ലാഹി മറാശിദു ഉമൂരിനാ വഅദിനാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിന്റെ പേരിലാണ്, ഉയർന്ന ലക്ഷ്യത്തിന്റെ പേരിലാണ്. ഇതൊരു വലിയ ഉയർന്ന സദസ്സാണ്.
ഇവിടെ കൂടിയ ആളുകളുടെ ഇതിന്റെ പേരിലോ ഒന്നല്ല, നമ്മൾ കൂടിയ ലക്ഷ്യത്തിന്റെ പേരിൽ ആണ് ഈ സദസ്സിനെ നമ്മൾ ഉയർന്നതായി കാണുന്നത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, നമ്മള് എന്താ പറയാ, ഖുർആനുമായി ബന്ധപ്പെട്ടതാണ് നമ്മളോട് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, അതായത് ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഉയർന്ന അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എപ്പോഴും പറയുന്ന ഹദീസാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരാണ് ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അതിനേക്കാൾ ഉയർന്നതായിട്ട് വേറെ മറ്റാരുമില്ല. നമുക്ക് തന്നെ അറിയാം, ഖുർആൻ റമളാൻ മാസമാണ് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം എന്താണ്, ആ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതിന്റെ പേരിലാണ് ആ മാസത്തിന് ഇത്ര ശ്രേഷ്ഠ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഖുർആനുമായി എന്തെല്ലാം കാര്യങ്ങൾ ബന്ധപ്പെട്ടോ അതെല്ലാം വളരെ ഉയർന്നതാണ്. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മളെ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ 3 കൊല്ലം അവർ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ പകർത്തി. അൽഹംദുലില്ലാ, നമുക്കിത് നിലനിർത്തണം ഇൻഷാ അല്ലാഹ്. അവരോട് പറഞ്ഞിട്ട് കാര്യം, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം രക്ഷിതാക്കളായ നമ്മൾക്കാണ്. അവരെ നമ്മളെ നിത്യ ജീവിതത്തിൽ അവരെ ഈ ഓരോരോ കാര്യങ്ങൾ അവരെ ചെയ്യിപ്പിച്ചും നമ്മൾ ചെയ്യും വേണം, ഓലെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണം. ഈ രീതിയിൽ അവർ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല അവർ പഠിച്ചിട്ടുള്ളത്, അവർ നമസ്കാരം, ഒരു നിത്യ ജീവിതത്തിൽ മുസ്ലിമിന് വേണ്ട പ്രാഥമിക കാര്യങ്ങളെല്ലാം അവരെ അൽഹംദുലില്ലാ നമ്മുടെ ടീച്ചർമാർ വളരെ പ്രയാസപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചും ക്ഷമിച്ചും. അത്ര നമുക്കറിയാം, നമ്മളൊരു ചെറിയ കുട്ടിനെ ഒരു ആയത്ത് പഠിപ്പിക്കാൻ എത്ര പ്രയാസമുണ്ട്, വേണ്ട ഒരു വാക്ക് പഠിപ്പിക്കാൻ തന്നെ എത്ര പ്രയാസം നമുക്ക് ഊഹിച്ചാൽ അറിയാം. അത്ര ആ രീതിയിലുള്ള ചെറിയ ചെറിയ കുട്ടികളെയാണ് ഒരു ജുസ് 2 ജുസ് ഒക്കെ കാണാതെ പഠിപ്പിക്കുക, ഖുർആൻ മുഴുവൻ നോക്കി ഓതാൻ പഠിപ്പിക്കുക, അതും മഖ്റജോട് കൂടി. ഇതൊക്കെ എത്ര പ്രയാസമുള്ള ഒരു ജോലിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാം. പക്ഷെ ഇത് ഇത്ര പ്രയാസപ്പെട്ട് ഇതിന് പേരിൽ നമ്മളും തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് സാമ്പത്തികമായിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാവും, സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇത് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇനിയുള്ള സമയത്തിലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അല്പം സമയം അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ഇതൊരു കുറഞ്ഞ കാല ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഒരുപാട് കാലത്തെ ഈ സമ്പാദ്യമാണ്. മരണത്തിന് ശേഷമുള്ള ഒരിക്കലും നശിക്കാത്ത ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ കൂടെയാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ദുനിയാവിന്റെ കാര്യങ്ങളും ഇതിൽ കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ആഖിറത്തിലെ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു ഇതൊക്കെ അൽഹംദുലില്ലാ റാഹത്ത് തന്നെ ഇൻഷാ അല്ലാഹ്. ഇത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കുക. വളരെ സന്തോഷമാണ് ഈ കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് എന്ന് പറയുന്നതിന് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തെങ്കിലും 2 വാക്ക് പറയാൻ അത് കേൾക്കാന്ന് മാത്രമല്ല, ഇത് അൽഹംദുലില്ലാ അതൊരു ഹൃദയം തെരഞ്ഞ് അല്ലാഹുവോട് നമ്മൾ സ്തുതിക്കണം, അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളെ മുഖ്യ അധ്യക്ഷൻ നമ്മളെ ആഷിഖ് മേച്ചേരി, അതായത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മുനിസിപ്പാലിറ്റി, അദ്ദേഹത്തെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അതിന് തൊട്ടു മുന്നായി റിപ്പോർട്ട് അവതരിപ്പിക്കാനുണ്ട്. ഓക്കെ നമ്മുടെ ഉദ്ഘാടന സെഷൻ പെട്ടെന്ന് നമ്മുടെ ഉദ്ഘാടകന് പോവേണ്ടുള്ളത് കൊണ്ട് യാഷിഖ് മേച്ചേരി ഏറ്റെടുക്കും. അസ്സലാമു അലൈക്കും. റിപ്പോർട്ടിനാണ് വിളിച്ച്, റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല. ആശാക്ക കുറെ നേരത്തെ വന്നാണ്, കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഇരുത്തി സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 2 വാക്ക്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് അൽഹംദുലില്ലാ, നമുക്ക് ഒരിക്കലും സ്മരിച്ചാൽ നമ്മളെ സ്കൂളിന് മതിയാവില്ല. കാരണം കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് കുട്ടികൾക്ക് ജുസ് കഴിഞ്ഞ് ഇറങ്ങുന്ന 19 കുട്ടികൾക്കുള്ള മൊമെന്റോ സ്പോൺസർ ചെയ്തത് ആശയാക്കയാണ്. നമ്മളവിടെ പോയി പ്രോഗ്രാമിന് വേണ്ടി പോയി ക്ഷണിച്ചപ്പോ ചോദിച്ചത് എന്റെ കുട്ടികൾക്ക് എന്താ വേണ്ടിയെന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടികളിങ്ങനെ ഇറങ്ങുന്നതല്ലേ, അതുകൊണ്ട് കുട്ടികൾക്കുള്ള എല്ലാ മൊമെന്റും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ആശാക്ക. അപ്പൊ നിറഞ്ഞൊരു കയ്യടി ഇൻഷാ അല്ലാഹ് ആശാക്ക വേണ്ടി കൊടുക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറെ കൂടെ പിന്നെ കുറച്ച് അറിയുന്നവർക്ക് അറിയാം, കുറച്ച് മാസങ്ങളായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്റെ മോളെ സ്കൂളിലാണെന്ന് പറഞ്ഞപ്പോ ഇപ്പോ VRS എടുത്ത് ഡെയിലി 3-4 പ്രോഗ്രാമുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും കണ്ണൂരിൽ നിന്നും ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. മിനിഞ്ഞാന്ന് നാദാപുരത്തായിരുന്നു, ഇന്നലെ കണ്ണൂരായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിലേക്ക് പോണത് രാവിലെ 7 മണിക്കാണ്. ഉറങ്ങാതെ തിരിച്ച് നമ്മളെ സ്കൂൾക്ക് വേണ്ടിയിട്ട് എത്തിയതാണ് പുള്ളി. അപ്പൊ അതിനും നല്ലൊരു നമ്മളെ സ്കൂളിന്റെ ഒരു സ്നേഹം അദ്ദേഹത്തിന് നൽകണം എന്നുള്ളത് അറിയിക്കുകയാണ്. എന്നോട് ഇപ്പൊ പുള്ളിയുടെ പ്രോഗ്രാം ഒക്കെ ചാർട്ട് ചെയ്യുന്നത് ഞാനാണ്. ഒരു ദിവസം 3-4 പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മളെ ഈ 25-ാം തീയതി അൽഫിത്രയില് കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോ എന്നോട് ഫസ്റ്റ് സാറ് പറഞ്ഞ എന്താ വെച്ചാല് ആ ഒരു ദിവസം വേറെ ഒരു പ്രോഗ്രാമും ഏറ്റെടുക്കരുത്, അന്ന് എന്തായാലും കൃത്യസമയത്ത് എത്തും എന്ന് പറഞ്ഞ ഒരു സ്നേഹം കൂടി ഇവിടെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട ആഷിഖ് അവരുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ മഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിഖ് മേച്ചേരി അവളുകൾ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് ഗുവയാറ്റുള്ള ഷെരീഫ് സർ, അബ്ദുൽ കരീം സുല്ലമി, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സെക്രട്ടറി PTA സയ്യിദ് അലി, നമ്മുടെ മുഖ്യ അതിഥി ഫിലിപ്പ് മമ്പാട്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയ ജ്യേഷ്ഠ കാരണവന്മാരെ, സദസ്സിലുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അൽഹംദുലില്ലാ, ഞാന് സാധാരണ ഇപ്പൊ ഒരു 10-15 ദിവസമായിട്ട് ഇതന്നെ പരിപാടി. നമ്മൾ ഈ വാർഷികം നടക്കുകയാണ് എല്ലാ സ്കൂളിലും. നോമ്പിന്റെ മുമ്പ് എല്ലാ സ്കൂളുകളിലും വാർഷികം പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും എനിക്കൊക്കെ തന്നെ പരിപാടിയാണ്, രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ. പക്ഷേ ഞാൻ ഏകദേശം മഞ്ചേരി നഗരസഭയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇനി ഇന്നും പരിപാടികൾക്ക് പോകാനുണ്ട്. പക്ഷേ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നിട്ട് ഈ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് വെറുതെ പ്രസംഗിക്കല്ല, മനസ്സിന് റാഹത്തില്ല, ഏറ്റവും മനസ്സിന് സുഖമില്ല ഒരു പരിപാടിയിലാണ് ഞാൻ ഇപ്പോൾ പങ്കെടുക്കുന്നത് എന്നുള്ള സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. മറ്റുള്ള ഏത് പരിപാടിയും പോലെയല്ല. പിന്നെ ഈ അൽഫിത്ര സ്കൂളും എനിക്കും തമ്മിൽ ഒരു ബന്ധമാണ്, ഒരു ആത്മബന്ധമാണ്. ഞാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായപ്പോൾ എന്നെ ആദ്യം പരിപാടിക്ക് ക്ഷണിച്ചത് നമ്മളെ ഈ സ്കൂളിലേക്കാണ്. അന്നും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ്. ഇനി കഴിഞ്ഞാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി കഴിഞ്ഞാലും ഈ സ്കൂളിനെ സേവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പ്രശംസിക്കേണ്ടത് 2-3 വിഭാഗങ്ങളെയാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള സ്കൂള് കൊണ്ട് നടക്കുന്ന മാനേജ്മെന്റിന്. 2, സ്കൂളിലുള്ള നമ്മളെ കുട്ടികളെ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മറ്റൊക്കെ സൂചിപ്പിച്ചതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ. 3, പഠിക്കുന്ന കുട്ടികളെക്കാൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് പല ആളുകളും ചിന്തിക്കുന്ന എൻ്റെ മക്കൾ ഇത്ര വലുപ്പമുള്ള സ്കൂളിൽ പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു AC ഉള്ള സ്കൂളിലാണ്, അല്ലെങ്കിൽ ആ സ്കൂൾ ബസ്സിൽ പോകുന്ന സ്കൂളിലാണ് എന്ന് പ്രൗഢിയോട് കൂടി വിളിച്ചോതുന്ന ഈ കാലത്ത് ഞങ്ങളുടെ മക്കൾ ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന നിങ്ങളെ രക്ഷിതാക്കളെയാണ് ഇതിൽ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഈ ലോകം വല്ലാത്തൊരു ലോകമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു 10-20 ദിവസമായിട്ട് നമ്മൾ കാണുന്നത് വല്ലാത്ത ഒരു കാലത്തിൻ്റെതാണ്. ഇവിടെ ഇന്നലെ നടന്നത് വെഞ്ഞാറമൂടിലാണെങ്കിൽ 2 ആഴ്ച മുമ്പ് നടന്നത് നമ്മളെ തൊട്ടടുത്തുള്ള മുക്കം താമരശ്ശേരി ഭാഗത്താണ്. സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്നുകൊണ്ട് ഞാൻ 2 ദിവസം മുമ്പ് 2 ആഴ്ച മുമ്പ് കോഴിക്കോട് മോർച്ചറിയിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ ഇന്നിരുന്ന സ്റ്റാഫുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ടൈമിൽ ഇദ്ദേഹത്തിന്റെ ഫോറൻസിക് എടുക്കാൻ വേണ്ടി ഈ പ്രതിയുടെ മകന്റെ ഫോറൻസിക് എടുക്കാൻ വേണ്ടി ഈ പ്രതിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്നു പോലീസ്. പക്ഷേ വളരെ കൂസലില്ലാതെ ചെയ്തത്, ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ആ പ്രതി അന്ന് അവിടെ വന്നത് എന്നാണ് കാണാൻ കഴിഞ്ഞത്. പിൽക്കാലത്ത് പിന്നെ
ആ പ്രതി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. ഈ കുതിരവട്ടത്ത് കൊണ്ടായത് ഉമ്മാനെ കൊന്നു എന്നുള്ള വിഷമം കൊണ്ടല്ല അദ്ദേഹം ആ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിന് സ്ഥിരമായി ലഭിച്ച ലഹരി പോലീസിന്റെ കസ്റ്റഡിയിലായപ്പോൾ ലഭിക്കുന്നില്ല. അതോടുകൂടി വന്ന ദേഹാസ്വസ്ഥം മൂലമാണ് അദ്ദേഹത്തെ കുതിരോട്ടത്ത് കൊണ്ടുപോയി അഡ്മിറ്റാക്കിയത്. ഇത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലാണ് സ്വന്തം മാതാവ്, പിതാവ്, സഹോദരങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ അതൊന്നും ഈ ഒരു കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന അടിത്തറ, ആ ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിൽ നമ്മളെ മക്കളുടെ ഭാവി നല്ല ഒരു കോൺക്രീറ്റ് ഇട്ട പില്ലർ പതിച്ച ഒരു ബിൽഡിംഗ് പോലെ ആയിരിക്കും. അതുപോലെ ആവട്ടെ നിങ്ങളുടെ മക്കളുടെ ഭാവി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ല ഫൗണ്ടേഷനാണ് നിങ്ങളിപ്പോൾ കൊടുക്കുന്നത്. ദീനീ ബോധമുള്ള വിദ്യാർത്ഥി കുട്ടികൾ ഭാവിയിൽ നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് മുക്തകണ്ഠം പ്രശംസിക്കേണ്ടത് രക്ഷിതാക്കളെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൊടുക്കുന്ന ഫൗണ്ടേഷൻ നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ നല്ല രീതിയിൽ വളരാൻ കുട്ടികൾക്ക് ഭാവിയിലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ആത്മസംതൃപ്തിയാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ പരിപാടിയും മറ്റു പ്രോഗ്രാമുകളൊക്കെ വൈകി വരുന്നുണ്ട്. കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്ന വേളയിൽ നേരത്തെ മുൻപൊക്കെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ പരിപാടിക്ക് ഇടയിൽ ഞങ്ങളെ ഈ പരിപാടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷിതാക്കൾക്കൊക്കെ ഒരു ബോറടിയാണ്. പക്ഷേ ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മാർഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രോഗ്രാം നടക്കേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാ അൽഫിത്ര സ്കൂളിന്റെ എല്ലാ പ്രവർത്തിക്കും ഒരു മഞ്ചേരി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന ഉപരി വ്യക്തിപരമായിട്ട് എന്നാൽ കഴിയുന്ന വിധം എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുകയാണ് ബഷീർ തോട്ടേക്കാട്, മുൻ PTA പ്രസിഡന്റ് അവറുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും മനോഹരമായ ഒരു സദസ്സാണ്. ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മക്കളെ ആ സ്ഥാപനത്തിൽ ചേർക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഒരു രക്ഷിതാക്കൾ, ആ വിദ്യാർത്ഥികൾ, ആ രക്ഷിതാക്കൾ അവരാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ കെട്ടകാലത്ത് ഇതിനേക്കാൾ മനോഹരമായി മക്കളെ മറ്റൊന്നും പഠിപ്പിക്കാനില്ല എന്നുള്ള തിരിച്ചറിവിനെ നാം ഏറെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. ഉദ്ഘാടക പ്രസംഗൻ മേച്ചേരി സൂചിപ്പിച്ച പോലെ സ്കൂളിന്റെ വലിപ്പമോ ബസിന്റെ നിറമോ നോക്കാതെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന മഹത്തായ വിശുദ്ധ ഖുർആനിന്റെ കാര്യം ഒന്നോർത്തുകൊണ്ട് മാത്രം ഈ സ്ഥാപനത്തിലേക്ക് മക്കളെ പറഞ്ഞയച്ച രക്ഷിതാക്കൾ അനുഗ്രഹീതരാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ 3 മക്കളും പഠിച്ചത് അൽഫിത്രയിലാണ്. 2 മക്കൾ ഇവിടെ ഈ പുല്ലാരയിൽ അൽഫിത്രയിലാണ് പഠിച്ചിട്ടുള്ളത്. അതിലൊരു മകന് ഈ കഴിഞ്ഞ സ്കൂൾ ഓഫ് ഖുർആന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ് എൻട്രൻസ് എക്സാമിൽ 2ാം റാങ്ക് ലഭിച്ചു എന്നുള്ളത്
ഈ അൽഫിത്രയുടെ മഹത്വമായി ഞാൻ ഇന്നും കാണുന്നു. മക്കളിലുള്ള മുഴുവൻ ഗുണങ്ങൾക്കും ഒന്നാമത്തെ കാരണക്കാർ ഈ അൽഫിത്രയിലെ അധ്യാപകരായിരുന്നു, അൽഫിത്രയിലെ പഠനമായിരുന്നു. ആ കാലയളവിൽ അവരെ മക്കളെ പഠിപ്പിച്ച നദീറ മിസ്, അതുപോലെ തന്നെ ഒരുപാട് അധ്യാപകരുണ്ട്, റഹിബ മിസ്, നൂർജഹാൻ മിസ്, മറിയം മിസ്. അവരെയൊക്കെ ഈ സമയത്ത് ഏറെ സന്തോഷത്തോടു കൂടി അവരുടെ നാമം ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ മാനേജ്മെന്റിനുള്ള കടപ്പാടും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഞാൻ എന്റെ പ്രസംഗം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ മക്കളെ ചേർക്കുന്ന സമയത്തുള്ള നമ്മുടെ നീയത്ത് അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അത്തരത്തിലുള്ള ഒരു നീയത്തോടു കൂടി തന്നെ നമ്മുടെ മക്കളെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി നാം ഒരുങ്ങുകയും അതിനുവേണ്ട മുൻകരുതലുകൾ മുഴുവൻ എടുക്കുകയും ചെയ്ത മുഴുവൻ രക്ഷിതാക്കൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ, നാഷണൽ ഡ്രഗ്സ് കൺട്രോളർ സൊസൈറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർ, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ അധ്യാപകർക്കുള്ള ട്രെയിനിംഗ് നൽകുന്ന SCRTയുടെ മെന്റർ, മഴവിൽ മനോരമ ചാനൽ സംപ്രേഷണം നടത്തിയ റിയാലിറ്റി ഷോ വെറുതെ അല്ല ഭാര്യ എന്ന പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയ പോലീസ് ഉദ്യോഗസ്ഥൻ, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സോഷ്യൽ എക്സലൻസി പുരസ്കാരവും 5 ലക്ഷം രൂപയും 2017 നേടിയ ലഹരി വിരുദ്ധ പ്രവർത്തകൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട 750-ൽ പരം ആളുകളെ ലഹരിയിൽ നിന്നും മോചിപ്പിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, 1280-ൽ പരം പുരസ്കാരങ്ങൾ, 3055 വേദികൾ, 19 രാജ്യങ്ങൾ, തിരിച്ചറിവ് എന്ന പേരിൽ പ്രശസ്ത ചിത്രകാരൻ മഹേഷ് ചിത്രവർണ്ണവുമൊത്ത് തീർത്തും പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി തിരിച്ചറിവ് 2008 മുതൽ നടത്തിവരുന്നു. സൈക്കോളജിസ്റ്റ്, മൈൻഡ് ട്യൂണർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒപ്പം ഒരു ഷെഫും. സാഹസിക യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ചിരിക്കുക, ചിരിപ്പിക്കുക എന്നും പറഞ്ഞും ചിരിച്ചും നമ്മളെ വിസ്മയിപ്പിക്കുന്ന, നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മുഖ്യാതിഥിയാണ് ഇനി വേദിയിൽ നമ്മോട് സംസാരിക്കുന്നത്. പ്രിയങ്കരനായ ഫിലിപ്പ് സാറിനെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എലഗൻസ 3.0 2K25 എന്ന മഹത്തരമായ ക്യാമ്പയിനിലേക്ക് കടന്നു വന്ന മുഴുവൻ വ്യക്തികൾക്കും ഫിലിപ്പമ്പാടിന്റെ നന്ദി, സ്നേഹം. അൽഫിത്ര ഇസ്ലാമിക് പ്രീ വീമ്പൂർ ഇസ്ലാമിക് സ്കൂൾ വീമ്പൂർ മുട്ടിപ്പടി ഇന്ന് ഏറെ നല്ലൊരു മഹത്വമായ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഈ പരിപാടിയുടെ സ്വാഗത പ്രഭാഷണം പ്രിയപ്പെട്ട അബ്ദുൽ കരീം സുല്ലമി, കലാലയത്തിന്റെ പ്രിൻസിപ്പൽ, ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന PV ഷെരീഫ്, PTയുടെ പ്രിയങ്കനായ പ്രസിഡന്റ്, റിപ്പോർട്ട് അവതരിപ്പിച്ച എന്റെ സുഹൃത്തും PTയുടെ സെക്രട്ടറി കൂടിയായ സയ്യിദ് അലി KK, ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ചേരിയുടെ പ്രിയപ്പെട്ട യാഷിഖ് മേച്ചേരി, അതേപോലെ എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ബഷീർ തോട്ടേക്കാട്, മുൻ PTയുടെ പ്രസിഡന്റ്, അല്ലെ പ്രിയപ്പെട്ട യൂനസ് ചെങ്ങര, അതേപോലെ പ്രിയപ്പെട്ട അബ്ദുൽ സമദ് മാസ്റ്റർ, അതുപോലെ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങാനുള്ള പ്രിയപ്പെട്ട റിബാൻ അബ്ദുറഹിമാൻ, പ്രിയപ്പെട്ട ഫാത്തിമ PV, മറ്റ് മുഴുവൻ അധ്യാപകർ, അനധ്യാപകരെ, എലഗൻസ 3.0 2K25ന്റെ കാഴ്ച പെരുമഴകളെ കാണാൻ വന്നിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ നയിക്കപ്പെടുന്ന മാതാപിതാക്കളെ ഏവർക്കും ഫിലിപ്പമ്പാടിന്റെ നന്ദി, സ്നേഹം. വലിയൊരു പ്രഭാഷണമൊന്നും ഞാൻ നടത്തുന്നൊന്നുമില്ല, കാരണം നമ്മളെല്ലാം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആട്ടവും പാട്ടത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. കാലം ഒരുപാട് മാറിപ്പോയ, ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ കെട്ടടങ്ങുന്ന ഒരു കാലത്തിലാണ് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂള് വീമ്പൂർ മുട്ടിപ്പടിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെ സഹാനുഭൂതിയും സഹവൃത്തിയും കരുണയും മതവിശ്വാസവും മതബോധനവും ഒക്കെ കൂട്ടുപിടിക്കണമെന്ന്, ഒരുപക്ഷെ ഇസ്ലാമികപരമായ അന്തസത്തിൽ ഒരു മകൻ മകൾ എങ്ങനെ ജീവിക്കണമെന്ന്
അത് ഖുർആൻ അധിഷ്ഠിതമായ പാഠങ്ങൾ അവരുടെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ പകർന്നു കൊടുക്കാൻ ഇവിടെ അധ്യാപകർ കാണിക്കുന്ന ആ മികവും അവരുടെ പരിജ്ഞാനവും ദൈവഹിതമാണ്. എന്നും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഒരുപക്ഷെ ഇന്ന് ഇല്ലാതെ പോകുന്നത് മക്കളുടെയൊക്കെ ദൈവവിശ്വാസമാണ്. ഇന്നൊരു പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടത് ദൈവവിശ്വാസമാണ്. പക്ഷെ പലപ്പോഴും ഇന്ന് നേടാൻ പറ്റാത്തത് ദൈവവിശ്വാസമാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താം. പക്ഷേ മക്കൾ എങ്ങനായി തീരുമെന്നൊന്നും നമുക്കൊന്നും പ്രവചനാതീതമാണ്. ഒരുപക്ഷെ നമ്മൾ എത്ര വലിയ പ്രബലനാണെങ്കിലും എത്ര വലിയ ശക്തിമാനാണെങ്കിലും മക്കൾ ഒരുപക്ഷെ നമ്മളെ സങ്കടപ്പെടുത്തും. ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ യോദ്ധാവാണെങ്കിലും ഒരുപക്ഷെ മക്കൾ നിങ്ങളെ വേദനിപ്പിക്കും. ഞാൻ എൻ്റെ എല്ലാ വേദികളും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊന്നും മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. നിങ്ങളൊന്നും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാനും ഉരുകാനുമാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യം സങ്കടകരമായി. ഒരുപക്ഷെ നിങ്ങൾ ജീവിക്കേണ്ടതും നിങ്ങൾ ഉരുകേണ്ടതും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത്, എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹങ്ങളും വായ്പകളും അവരുടെ ഇഷ്ടങ്ങളും വാർദ്ധക്യങ്ങൾ അവരെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്, അതെല്ലാമാണ് ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നയിക്കപ്പെടുക. ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടി ഉരുകാനും മക്കൾക്ക് വേണ്ടി ജീവിക്കാനുമാണ് നിങ്ങൾ വിധിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ശിഷ്ട ജീവിതം ഒരുപക്ഷെ സങ്കടകരമായി. ഈ കാലം ഒരുപാട് മാറിപ്പോയ ഒരു കാലഘട്ടമാണ്. കാരണം എല്ലാം സ്വാർത്ഥത നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലായിടത്തും സ്വാർത്ഥതയാണ്. കാരണം നമുക്ക് നമ്മുടെ മകൻ മകൾ അവരുടെ പഠനം, അവരുടെ മികവ്, അവരുടെ പരീക്ഷയിലെ മാർക്ക്, അവന്റെ കളി, ചിരി, ആട്ടം ഒക്കെ കാണാനാണ് ഓരോ മാതാപിതാക്കളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ മോൻ A+, എന്റെ മോൾക്ക് A+, അവൻ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചാൽ മതി, അവന് നീറ്റ് എക്സാമിൽ ഇടം നേടിയാൽ മതി, അവന് നല്ലൊരു ജോലി, അവന് നല്ലൊരു പെണ്ണ്, അവക്ക് നല്ലൊരു ചെറുക്കൻ, എന്റെ വീട്, എന്റെ പറമ്പ്, എന്റെ വണ്ടി, ഞാൻ ഈ ഒരു ചിന്തയാണ് നമ്മുടെ ലോകത്തിനെ വല്ലാതെ മാറ്റിമറിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ മാറിയ ലോകം എന്നത് ഒരുപക്ഷെ കാലത്തിന്റെ സ്വാഭാവികമായ ഒരു മാറ്റമാണ്. നമ്മളെല്ലാം മക്കളെ പഠിപ്പിക്കുന്നതെല്ലാം കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരുമെന്ന് പറഞ്ഞാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത്. പക്ഷെ കോഴി നമുക്ക് മുട്ടയും തരുന്നില്ല, അല്ലെ, പശു നമുക്ക് പാലും തരുന്നില്ല. പക്ഷെ മക്കളെ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്. ഞാൻ പല വേദിയിലും പോകുമ്പോൾ കുട്ടികളുടെ വേദി ചോദിക്കാറുണ്ട്, മക്കളെ കോഴി നമുക്ക് എന്താ തരുന്നത്? കുട്ടികളെല്ലാം പറയും കോഴി നമുക്ക് മുട്ട തരും. പശു എന്ത് തരും ചോദിക്കുമ്പോൾ പശു പാല് തരുമെന്ന് പറയും. പക്ഷെ ഇതെല്ലാം നമ്മൾ മക്കളെ പഠിപ്പിച്ചതാണ്. ഇതാണ് ഇവിടുത്തെ പഠന രീതി. പക്ഷെ ഇന്ന് മക്കളൊന്നും പുലർകാലങ്ങൾ എഴുന്നേക്കാത്ത കുഞ്ഞുങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വരദാനങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ പഴമക്കാർ ഏകദേശം നമ്മളെല്ലാം പിന്നോട്ട് ഇങ്ങനെ സഞ്ചരിച്ചു പോയാൽ മില്ലേനിയം ജനറേഷൻ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഈ മണ്ണിൽ ജീവിച്ചിട്ടുണ്ട്. ആ ജനവിഭാഗത്തിന്റെ കാലഘട്ടം ശാസ്ത്രലോകം വിശേഷിക്കപ്പെടുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കാലഘട്ടത്തിലാണ് മണ്ണ് മെഴുകിയ തറയും വീടിന്റെ കൂരകളെല്ലാം പുല്ലാൽ മേയപ്പെട്ടതും, കാലം 10 കഴിഞ്ഞപ്പോൾ ഓലയാൽ മേയപ്പെട്ടതും, കാലം 20 കഴിഞ്ഞപ്പോൾ ഓടുകൾ കടന്നു വന്നതും, കാലം 30 വർഷം പിന്നിട്ടപ്പം ആ ഓടുകൾ മാറി കോൺക്രീറ്റ് മാറി ടഫ് ഷീറ്റുകളും എല്ലാം കടന്നു വന്നു. ഒരുപക്ഷെ ഈ പറയുന്ന മില്ലേനിയം ജനറേഷൻ കാലഘട്ടം അന്ത്യത്താഴം അത്തിപ്പഴത്തോളം ഭക്ഷണം കഴിച്ച തലമുറയാണ് നമ്മൾ ഇവിടുത്തെ തലമുറ. അവർ നേരത്തെ കിടന്നുറങ്ങി പുലർകാലെ ഉണർന്നെഴുന്നേറ്റ് സുബഹി നിസ്കാരങ്ങൾ പോലും അവർ പവിത്രതയോടുകൂടി കരഞ്ഞുകൊണ്ട് നിസ്കാരങ്ങൾ നടത്തിയ ഒരു പഴയ തലമുറ ഈ മണ്ണിലുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ പുതിയ തലമുറ അവരുടെയൊക്കെ അന്ത്യത്താഴം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. ഇന്ന് നാട്ടിലെല്ലാ നാട്ടുംപുറത്തുകളും ഇന്ന് ഈവനിങ് സ്നാക്സുകളാണ്, ഈവനിങ് കടികൾ, വൈകുന്നേര ചായക്കടികളാണ്. മക്കളെല്ലാം ഒരുപക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റയല്ല, അവരെല്ലാം തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ് നമ്മുടെ മക്കളെന്ന്. ഒരുപക്ഷെ നമ്മളെല്ലാം വൈകുന്നേരം ഒരു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് നിർത്തി പിന്നെ നമ്മളെല്ലാം നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ അന്ത്യത്താഴം കഴിക്കുന്നത് എങ്ങനെയാ നമുക്കൊക്കെ അറിയാം. ഇപ്പൊ ഈ മഞ്ചേരി ടൗണിലോ ഒരുപക്ഷെ നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്താൽ റോഡിന്റെ ഇരുവശങ്ങളിൽ നോക്കിയാൽ എല്ലാ റെസ്റ്റോറന്റുകളും രാത്രിയാണ് തുറക്കുന്നത്. രാത്രി 2-3 മണിക്കോ നമ്മുടെ ചെറുപ്പക്കാർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഭക്ഷണ രീതികൾ മൊത്തം മാറിപ്പോയിട്ടുണ്ട്, സംസ്കാരങ്ങൾ മുഴുവൻ മാറിപ്പോയിട്ടുണ്ട്. ഇവിടുത്തെ രീതികളെല്ലാം മക്കളുടെ രീതികളൊക്കെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഒരുപക്ഷെ അവർക്ക് രാത്രി ഉറക്കമില്ല മക്കൾക്കൊന്നും. ഇന്നൊരുപക്ഷെ രാത്രി പകലാണ് മക്കൾക്ക്, പകല് രാത്രിയുമാണ്. ഇന്നും രാത്രിയിൽ വേറെ വണ്ടികൾ വരും, മോൻ ഇറങ്ങി ഓടും. അപ്പൊ ഉമ്മ ചോദിക്കും എവിടെ പോകാൻ ചോദിക്കും. അപ്പൊ മോൻ പറയും ഇപ്പൊ വരാം ഉമ്മ എന്ന് പറയും. പിന്നെ ഉമ്മയ്ക്ക് ആദ്യമാണ്. എത്രയോ ഉമ്മമാര് ഇവിടെ ഉറങ്ങാതിരിക്കുന്നുണ്ട്
ഈ സാക്ഷര കേരളത്തിന് മുക്കിനും മൂലകളിലുമെല്ലാം. മക്കളെ വിളിക്കുമ്പോൾ മകൻ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പോൾ വരാം, എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണ്ടേ, പുറത്തു പോകണ്ടേ, ഞാൻ ടറഫിലുണ്ട്, ഇവിടെ മ്യൂസിക് ഉണ്ട്, ഇവിടെ DJ പാർട്ടി ഉണ്ട് എന്നൊക്കെയാണ് ഒട്ടുമിക്ക മക്കളും പറയാറുള്ളത്. പക്ഷേ ഇന്ന് ലോകം അങ്ങനായി മാറി. കാരണം ഈ പറയുന്ന മില്ലേനിയം ജനറേഷൻസ് വീട്ടിനകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീടിന് പുറത്തുപോയി കാര്യം സാധിച്ച തലമുറയാണ് മില്ലേനിയം ജനറേഷൻസ്. അവരുടെ കാലഘട്ടങ്ങളിൽ വികസനമില്ല, അവരുടെ കാലഘട്ടങ്ങളിൽ യന്ത്രവൽകൃതങ്ങളില്ല. കടത്തുവഞ്ചികളും വായ്ക്കൊട്ടാട്ടുകളും കോൽക്കളികളും കൈകൊട്ടിപ്പാട്ടും തൊടികൊട്ടിപ്പാട്ടും നാട്ടുകൂട്ടങ്ങളും ഒക്കെ നിറഞ്ഞുന്ന പട്ടിണിയുള്ള കുടിയേറ്റ കർഷകരൊക്കെ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പഴയ കാലഘട്ടമാണ് ഈ പറയുന്ന മില്ലേനിയം ജനറേഷന്റെ കാലഘട്ടം. ആ കാലഘട്ടം മാറിയിട്ടാണ് സെഡ് ജനറേഷന്റെ കാലഘട്ടം വരുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന 1975 ശേഷം ജനിച്ച് 2000 വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് സെഡ് ജനറേഷൻ എന്ന് വിശേഷിക്കപ്പെടുന്നത്. എന്ത് പ്രത്യേകത അതിനുള്ളത്? ഒരുപാട് പ്രത്യേകതകളുണ്ട് സെഡ് ജനറേഷൻസ്. ആ ജനറേഷന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഇല്ലേ ഒരുപാട് വികസനങ്ങൾ കടന്നു വരുന്നു, യന്ത്രവൽകൃതങ്ങൾ കടന്നു വരുന്നു. അങ്ങ് കാളവണ്ടികൾ മാറി അവിടെ യന്ത്രങ്ങൾ വരുന്നു, കടത്തു വഞ്ചികൾ മാറി യന്ത്രം ഘടിപ്പിച്ച ബോട്ടുകളും മോട്ടോറുകളും കടന്നു വരുന്നു. അതിനുശേഷം ഇവിടുത്തെ തുകലുൽപ്പന്നങ്ങൾ, ടിന്നുൽപ്പന്നങ്ങൾ, ഫുഡുകൾ, ഗ്രാമഫോണുകൾ, മൊബൈൽ ഫോണുകൾ, 1 GB, 2 GB, 3 GB, പിന്നെ 5 GB. അങ്ങനെ വയലാർ മനോഹരമായ വരികൾ എഴുതി, യേശുദാസ് മനോഹരമായ പാട്ടുകൾ പാടി, അവിടെ സത്യനും പ്രേംനസറും ഒക്കെ അഭിനയിച്ച ഒരുപാട് നല്ല സിനിമകളൊക്കെയുള്ള, ഗൃഹാതുരത്വമുണർത്തുന്ന, മാനവികതയുള്ള, മനുഷ്യത്വമുള്ള, ഒരുപാട് നല്ല കലാമൂല്യമുള്ള ഒരുപാട് കലകൾക്കൊക്കെ ഈ കാലഘട്ടമാണ് ഏറ്റവും മഹത്തരമായ ഈ ഇടങ്ങളിലൂടെ കടന്നുപോയത്. അപ്പൊ ഈ സെഡ് ജനറേഷൻ എന്ന് പറയുന്ന കാലഘട്ടം 1975 ഈ പറയുന്ന 2000 ഇടയ്ക്ക് ജനിച്ചവർ ഈ വേദി ഏറെ പങ്കിടുന്നുണ്ട്. നമ്മുടെ കാലഘട്ടമാണ് ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം എന്ന് വിശേഷിക്കപ്പെടുന്ന കാലഘട്ടം. ഈ കാലഘട്ടം കുറച്ചും കൂടെ പക്വതയായ കാലഘട്ടമാണ്. ഈ കാലഘട്ടം കുറച്ചും കൂടെ ഇരുത്തം വന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടമാണ് വിശ്വാസത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളെ സ്വായത്തമാക്കിയവരാണ്. വികസനം ഏറ്റവും കുതിപ്പിലേക്കെത്തി, ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ദൈവവിശ്വാസങ്ങളും ദൈവ സംഹിതകളും ഇവിടുത്തെ ഗോത്ര സംഹിതകളും എല്ലാം കടന്നു വന്ന ഒരു നല്ല കാലഘട്ടമാണ് സെഡ് ജനറേഷൻ കാലഘട്ടം. ആ കാലഘട്ടം ഏകദേശം ഇല്ലേ അതിന്റെ പീക്ക് ടൈമുകൾ പിന്നിട്ടുകൊണ്ട് എൻഡിലേക്ക് എത്തിയപ്പം ഇതാ മറ്റൊരു കാലഘട്ടം 2000 പിറവി കൊണ്ടു. ആ കാലഘട്ടമാണ് ആൽഫ ജൻ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ മക്കളാണ് 2000 ശേഷം ജനിച്ച നമ്മുടെ മക്കളുടെയൊക്കെ ആൽഫ ജൻ ജനറേഷൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. എന്താ പ്രത്യേകത? എന്താ? അവരുടെ ഭാഷാരീതി, പഠനരീതി, സ്വഭാവ രീതി, അവരുടെ പെരുമാറ്റ രീതി, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അവരുടെ വിശ്വാസ രീതി ടോട്ടലി ചേഞ്ചാണ്. അവരെ ഒരുപക്ഷെ മസ്ജിദിനകത്ത് അവിടെ എല്ലാം ഒരുപക്ഷെ വിശേഷപ്പെട്ട ദിവസങ്ങളിലോ ജുമ നടക്കുമ്പോഴൊന്നും ഇത്തരക്കാരെ ഈ പറയുന്ന പള്ളിയുടെ അകത്തേക്കൊന്നും അവരെ സമയത്ത് ലഭിക്കാറില്ല. അവരെല്ലാം കൃത്യസമയത്തെ പള്ളിക്കകത്ത് കയറുകയുള്ളൂ ഈ ആൽഫ ജനറേഷൻസ്. അവരെ ക്ഷേത്രങ്ങൾ മുമ്പിൽ കിട്ടില്ല, കുമ്പിടാൻ കിട്ടില്ല. ദേവാലയത്തിനകത്ത് അവരെ ഒന്നും അൾത്താരയ്ക്ക് മുമ്പിൽ കുരിശു വരയ്ക്കാനൊന്നും ഈ പറയുന്ന ആൽഫ ജനറേഷനെ കിട്ടില്ല. അവരുടെ ഭാഷാരീതികളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അവരുടെ ബോഡി ലാംഗ്വേജ് മൊത്തം മാറ്റമാണ്. അവരുടെ പെരുമാറ്റം മൊത്തം മാറിപ്പോയി. അവരെല്ലാം സൈബർ റിലേറ്റഡുമായിട്ട് ജീവിക്കുന്ന കുട്ടികളാണ്. അവരെല്ലാം ഒരുപക്ഷെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. അവരെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണൊന്നും നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളെ ആക്രമിക്കും, ഉപദ്രവിക്കും, നിങ്ങളെ കീഴ്പ്പെടുത്തും. ഒരുപക്ഷെ നിങ്ങളെ മാന്തുകയും പിച്ചുകയും തുപ്പുകയും ഒക്കെ ചെയ്യുന്ന ഒരു അപരിഷ്കൃതമായ ഒരു തലമുറയുടെ നാമകരണം ശാസ്ത്രലോകം വിളിക്കുന്നതാണ് ആൽഫ ജനറേഷൻ. വിശ്വാസങ്ങൾ കുറഞ്ഞുപോയ, അതിവേഗം ബഹുദൂരം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു തലമുറ. പിന്നെ പ്രത്യേകത എന്താ? അവരുടെ വസ്ത്രരീതികൾ, അവരുടെ ഭക്ഷണ രീതികൾ ടോട്ടലി ചേഞ്ചാണ്. അവർ വീട്ടിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല, അവർ പുറമേ നിന്നാണ് ഭക്ഷണം കഴിക്കുക, വീട്ടിനകത്തുനിന്ന് നടന്ന കാര്യം സാധിക്കുക അവർ. പിന്നെ പ്രത്യേകത എന്താ? രാത്രി അവർക്ക് ഉറക്കമില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അവരെല്ലാം ഒരുപക്ഷെ മൈതാനങ്ങളും കുളങ്ങളും ഒന്നും അവർക്ക് അന്യങ്ങളാണ്. ഇന്ന് പല കുളങ്ങളും പറയുന്നുണ്ട് അല്ലെ കുട്ടികളോട്, ബാല്യങ്ങളെ നിങ്ങളൊന്ന് വരുവിൻ, എന്റെ കുളത്തിലേക്ക് നിങ്ങളൊന്ന് എടുത്തു ചാടുവിൻ, ഞാനിതാ മാലിന്യം നിറഞ്ഞ് കിടക്കുകയാണ് ഇവിടെ, എന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ മുങ്ങാങ്കുഴി ഇടുവിൻ, നിങ്ങളെ ഒന്നും എനിക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ മുൻ തലമുറകൾ ഈ കുളത്തിനകത്ത് നീന്തി തുടിച്ചവരാണ്. അവർ പരൽമീനിനെ തോർത്തുപയോഗിച്ചുകൊണ്ട് പരൽമീനുകളെ പിടിച്ച അവരുടെ ഒരു കൂട്ടുകെട്ടിന് മനോഹരമായ കാലമുണ്ടായിരുന്നു. ബാല്യങ്ങളെ നിങ്ങൾ എന്തേ എന്റെ കുളങ്ങളിൽ ചാടാത്തത്? പല മാവുകളും പറയാണ്, പല മാവും പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ബാല്യങ്ങളെ എന്നെ നിങ്ങൾ ഇത് കല്ലെടുത്തെറിയുവിൻ, ഞാനിതാ പഴുത്ത് മൂത്ത് ചെനച്ച് ഞെട്ടറ്റ് വീഴാറായി നിൽക്കുന്നു, എന്തേ നിങ്ങളൊന്നും എന്റെ മാവിൻ ചൂട്ടിൽ വരാത്തത്? എന്തേ ഞെട്ടറ്റ് വീഴുന്ന ഞാനെന്ന മാമ്പഴത്തിനെ നിങ്ങളെടുത്ത് കല്ലിൽ ഉരച്ച് ആ ചൊന കളഞ്ഞ് ഉറിഞ്ചി കുടിക്കാൻ എന്തേ നിങ്ങളെ ഇന്ന് കിട്ടാത്തത്?
എവിടെ പോയി നിങ്ങളെല്ലാവരും? നിങ്ങളെല്ലാം ഇന്ന് കലുങ്കുകളിലും ആൾക്കൂട്ടങ്ങളിലും സദസ്സുകളിലും നിങ്ങളൊന്നും മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ നിങ്ങളുടെ കയ്യിലെല്ലാം 2 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ആ ഇലക്ട്രോണിക് ഡിവൈസിൽ മാത്രമാണല്ലോ ബാല്യങ്ങളെ നിങ്ങൾ ജീവിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അല്ലെ? ഒരു മാവ് പോലും നാവ് ഉണ്ടായിരുന്നെങ്കിൽ സാങ്കല്പികമായിട്ടും മാവ് പോലും പറയുകയാണ്, എന്തേ ബാല്യങ്ങളെ നിങ്ങൾ എൻ്റെ മാവിലും ചുവട്ടിൽ വരാത്തത്? പല മൈതാനങ്ങളും പറയുന്നുണ്ട്. ഇന്ന് പല മൈതാനങ്ങളും പുല്ല് പിടിച്ച് കിടക്കുകയാണ്. കാരണം ബാല്യങ്ങൾക്കൊന്നും മൈതാനം ആവശ്യമില്ല. അവർക്കൊക്കെ ഇന്ന് ടറഫിൽ മാത്രമേ അവർ കളിക്കുകയുള്ളൂ. കാരണം അവരുടെ പാദങ്ങളെല്ലാം നഗ്നപാദങ്ങൾ നടക്കാൻ അവർക്ക് മടിയാണ്. ഒരുപക്ഷെ അവർ ചെളിയിലിറങ്ങാനും അവർ പാടത്തും പറമ്പത്തും ഇറങ്ങാനും ഇന്ന് നമ്മുടെ മക്കളെ കിട്ടില്ല. ഇനി ഏതെങ്കിലും ഉപ്പയും ഉമ്മയും ഒക്കെ നമ്മുടെ മക്കളെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അവരെ കൈ പിടിച്ചിട്ട് രാവിലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അവന്റെ കയ്യും പിടിച്ച് 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ പോലും ഒരു നഗ്നപാദങ്ങൾ എൻ്റെ മകളെ നടത്താനൊന്നും നമുക്കിന്ന് സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മില്ലേനിയം ജനറേഷന്റെ കാലഘട്ടത്തിലൊന്നും ഈ ഭൂമിയിൽ മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ട്. അവരെല്ലാം അന്ത്യത്താഴം പോലെയാ ഭക്ഷണം കഴിച്ചത്. അവർക്കൊന്നും ഈ പറയുന്ന വലിയ ശരീരഭാരമൊന്നും അവർക്കില്ലായിരുന്നു. കാരണം അന്ത്യത്താഴമായിരുന്നു അവരുടെ ഭക്ഷണം. പക്ഷെ ഈ കാലഘട്ടത്തിലെ 10 മക്കളെ എടുത്താൽ അതിൽ 5 മക്കൾക്കും ശരീരഭാരം അമിതഭാരമാണ്. അവർക്കൊക്കെ അമിതമായ ശാരീരിക വൈകല്യങ്ങൾ അവർക്കൊക്കെ ഉണ്ട്. അവരുടെ സ്വഭാവ രൂപീകരണം മൊത്തം മാറിപ്പോയി. അവരിഷ്ടപ്പെടുന്ന റോൾ മോഡലുകൾ മദർ തെരേസയോ അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങളോ ഒന്നുമല്ല നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ സേവറിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഈ അടുത്ത് ഒരു കുട്ടിയുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ സേവർ ഞാൻ വെറുതെ നോക്കിയപ്പം ഒരുത്തന്റെ സ്ക്രീൻ സേവറിൽ ഞാൻ ഒരു ഫോട്ടോ കണ്ടു. ഒരു സെലിബ്രിറ്റിയുടെയാണ്. വേറൊരുത്തന്റെ ഫോണിൽ കണ്ടപ്പോൾ ദുൽഖറാണ്. വേറെ നോക്കുമ്പോൾ ടോവിനെയാണ്. വേറൊരു പയ്യന്റെ മൊബൈൽ നോക്കിയപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താ തുപ്പിയോ എന്തോ പറഞ്ഞു. മേത്ത് തുപ്പുകയും ഉപ്പയും ഉമ്മയും ഒക്കെ തെറി പറയുന്ന ഒരുത്തനെയാണ് നമ്മുടെ മക്കളൊക്കെ റോൾ മോഡലാക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു കുട്ടി ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവൻ വൈറലാക്കി. അവന്റെ ഭക്ഷണം നിങ്ങൾ കേട്ട് കാണും. അവനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചപ്പോൾ പറഞ്ഞു അലുവയും മീൻചാറുമാണ് അവന്റെ ഭക്ഷണം, അലുവയും മീൻചാറും. അല്ലേ? ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ലഡുവും ചമ്മന്തിയാണെന്ന്. ഒരുത്തരോട് ചോദിച്ചപ്പോൾ ഒരുത്തം പറഞ്ഞു നേന്ത്രപ്പഴവും പോത്തിറച്ചി എന്ന് പറഞ്ഞു. നോക്ക്, ബിരുദാഹാരങ്ങൾ കഴിക്കുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. വിരുദ്ധമായ ചിന്തകള്, വിരുദ്ധമായ രീതികള്, വിരുദ്ധമായ വിശ്വാസ സംഹിതകള്, വിശ്വാസത്തോട് മുഖം തിരിയുന്ന ഒരു കാഴ്ചപ്പാട്, എന്തിനും ഏതിനും ജന്മം കൊടുത്ത മാതാപിതാക്കളെ, പിതാവിനെ, അധ്യാപകരെ റോഡിലും സ്കൂളിന്റെ മൈതാനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തലമുറ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആർക്കാണ് പിഴവ് പറ്റിയത്? ആരാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ഇതൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ട ഈ കലാലയത്തിലെ പ്രത്യേകിച്ച് അൽഫിത്ര ഇസ്ലാമിക് പ്രീ ഇംഗ്ലീഷ് സ്കൂളിൽ ഇന്ന് ഈ ഇസ്ലാമിക് സ്കൂളിൽ നിന്ന് വിമ്പൂർ മുട്ടിപ്പടിയിൽ ഇന്ന് കുട്ടികളുടെ വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. ഒരുപക്ഷെ ഇവിടുത്തെ മക്കൾക്കൊക്കെ നല്ല ദീനി സ്വഭാവത്തിലായിരിക്കും ഒരുപക്ഷെ ഇവിടുത്തെ മക്കൾ വളരുന്നത്. അതേറെ ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ് നിങ്ങൾ. കാരണം തൊട്ടടുത്തൊക്കെ പടുത്തുയർത്തിയ ഏറ്റവും പ്രഗത്ഭമായ പല സ്കൂളുകളുമുണ്ട്. പക്ഷെ ആ സ്കൂളുകളുടെ കെട്ടിലും മട്ടിലും ഒന്നും എന്റെ മകൻ പോകണ്ട, അവൻ കുറച്ച് ദൈവവിശ്വാസത്തിൽ ഈ കാലഘട്ടത്തിൽ വളരട്ടെ, അങ്ങനെയെങ്കിൽ അവന് സമാധാനവും സന്തോഷവും ശാന്തിയും എന്റെ മകനും മകൾക്കും ലഭിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ഇവിടെ കൊണ്ടെത്തിക്കാനുള്ള കാരണം. ഇവിടെ ഇരിക്കുന്ന ബഷീർ തോട്ടേക്കാട് എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് സംസാരിച്ച് വലിയ സന്തോഷം തോന്നി എനിക്ക്. കാരണം മകൻ എത്തിപ്പെട്ട നേട്ടങ്ങളും കൈവരിച്ച മിടുക്കുകളും ഒരുപക്ഷെ ഒരു അച്ഛൻ വേദിയിൽ സംസാരിക്കുമ്പോൾ അത് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ അന്തസ്സും അഭിമാനവും ഉയർത്തുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും മക്കളെ അങ്ങനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എലഗൻസ് 3.02K25 ഇവിടെ സന്തോഷകരമാകട്ടെ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സൈദലവി ഈ പ്രോഗ്രാമിലേക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം എന്നോട് സൈദലവി പറഞ്ഞു വലിയ പൈസയൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു സൈദലവി എന്നോട്. അപ്പൊ ഞാൻ സൈദലിയോട് പറഞ്ഞു 30,000 റുപ്യല്ലേ ഞാൻ വാങ്ങുന്ന റേറ്റ്, 5,000 റുപ്യ വണ്ടിയുടെ റേറ്റ് ആണ്, അങ്ങനെ 35,000 റുപ്യയുള്ള ഒരു പ്രോഗ്രാമിന് ഞാൻ വാങ്ങണേന്ന് പറഞ്ഞു. അപ്പൊ സൈദലവി ചോദിച്ചു ആയിക്കോട്ടെ അത് ഞാൻ തികച്ചു തരാമെന്ന് പറഞ്ഞു അവന്. അപ്പൊ ടീച്ചറോടും പ്രിൻസിപ്പലോടും പറയണം, അപ്പം പൈസയുടെ കാര്യത്തില് ഒരു 35,000 അല്ലെങ്കിൽ 40,000 ആക്കിക്കൾ അല്ലെങ്കിൽ 50 റൗണ്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സൈദലിയോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് തരാമെന്നും അവൻ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങനെ വിളി തുടങ്ങി, നിങ്ങൾ എവിടെത്തി അപ്പൊ ഞാൻ ചിരിക്കാൻ തുടങ്ങി ഇങ്ങനെ. അപ്പം ഞങ്ങൾ അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യാത്രകളൊക്കെ ഇങ്ങനെ. ഇപ്പം ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ പോലീസിൽ ജോലി ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഇവിടെ വായിച്ച് തിരുത്തി വായിക്കണം. കാരണം ഇപ്പൊ ഞാൻ സർവീസിലില്ല. ഞാൻ നിങ്ങളെപ്പോലെ സ്വതന്ത്ര പദവിയിലാണ്. കാരണം ഞാനിപ്പം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. ഇപ്പം 3 മാസമായിട്ട് സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. 7 വർഷവും 2 മാസം കൂടെ എനിക്ക് സർവീസ് ഉണ്ട്. പക്ഷേ ആ ഔദ്യോഗിക പദവി, സബ് ഇൻസ്പെക്ടർ എന്ന ഔദ്യോഗിക പദവി
പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുമ്പോൾ സർക്കാരിലേക്ക് ഒരു രാജിക്കത്ത് എഴുതി കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ സ്വതന്ത്ര പദവിയിലാണ്. യാത്രകൾ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. 2 ആഴ്ചക്ക് മുമ്പ് ദമാമിലായിരുന്നു, ബഹ്റൈനിലും ദമാമിലും. ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നത് സൗദി അബുദാബിയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഈ പറയുന്ന 9ഉം 10ഉം വീണ്ടും ജിദ്ദ ദമാമിലേക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ ഒന്ന് പൊക്കി പറയുന്നതല്ല, കാരണം യാത്രകളും പ്രോഗ്രാമുകളൊക്കെ 1ഉം 2ഉം പ്രോഗ്രാമാണ് ഡെയിലി. ഇപ്പം നാളത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് മാനന്തവാടിയിലാണ്. അത് കഴിഞ്ഞ് നേരെ കൊട്ടിയൂർ ദേവസ്വത്തിൽ, ഏറ്റവും വലിയ ദേവസ്വത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. മുഖ്യ പ്രഭാഷണം ഞാനാണ് കൊട്ടിയൂർ ദേവസ്വത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലഘട്ടം അല്ലെങ്കിൽ ചില നിമിഷങ്ങളിൽ നമ്മുടെയൊക്കെ യാത്രകൾക്ക്, നമ്മുടെയൊക്കെ ചില നിമിഷങ്ങൾ, നമ്മുടെയൊക്കെ പദസമ്പത്തുകളെ ഒരുപക്ഷെ ഈ സമൂഹം ആവശ്യപ്പെടും. അവിടെ എല്ലാം ഒരുപക്ഷെ നമ്മളെ ഒരുപക്ഷെ കച്ചവടം ചെയ്യേണ്ടി വരും. ഞാനിപ്പോ നല്ല കച്ചവടക്കാരനാണ്. എന്റെ പ്രഭാഷണങ്ങൾ വേദിയിൽ 40,000 50,000 രൂപ വാങ്ങി ഞാൻ കച്ചവടം ചെയ്തുകൊണ്ടാണ് വേദി വിട്ട് ഇറങ്ങി പോകാറുള്ളത്. പക്ഷേ സൈദലവിക്ക് അറിയാം, എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. തിരിച്ചറിവ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, നല്ല രീതിയിൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ സൈദലിയോട് പറഞ്ഞു, നിന്റെ മകൾ പഠിക്കുന്ന സ്കൂളല്ലേ, അവിടെ ആയിഷ ഇഫ പഠിക്കുന്ന സ്കൂളല്ലേ, അപ്പൊ ആ സ്കൂൾ കൃത്യസമയത്ത് ഞാൻ വരാം, എനിക്കൊരു ചായ പോലും നാരങ്ങവെള്ളം പോലും നീ തരണ്ടാതെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം പറഞ്ഞു വരുന്നത്, ഞാനൊരു റെമുനേഷൻ വാങ്ങിക്കൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കാര്യം എൻ്റെ മതം പ്രദാനം ചെയ്യുന്ന ഒരുപാട് മതപണ്ഡിതരൊക്കെ എനിക്കറിയാം. അവരെല്ലാം വേദികളിൽ പണം വാങ്ങി പോക്കറ്റിലിട്ട് വീട്ടിലോട്ടാണ് കൊണ്ടുപോകണേ. അപ്പോഴാണ് എനിക്ക് തോന്നി എന്തുകൊണ്ട്. ഇപ്പൊ ഞാനും സൈദലവി നാളെ മാനന്തവാടി കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ ഞങ്ങൾ പാലക്കാട് കൊല്ലംകോട് വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കാരണം അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഉപ്പയില്ലാത്തൊരു കുട്ടിയുണ്ട്. അവൾക്കൊരു 60,000 വില വരുന്ന ലാപ്ടോപ്പ് കൊടുക്കണം. ആ ലാപ്ടോപ്പ് കൊടുക്കാൻ അവൾ വീട്ടിലേക്ക് പോകുന്നത്. അതൊന്നും എവിടുന്നും ആരുത്തും ഞങ്ങൾ കടം വാങ്ങിയതോ അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും ഫണ്ട് സ്വരൂപിച്ച് ചാരിറ്റി ഒന്നും നടത്തിയിട്ടൊന്നുമല്ല. വേദികൾ സംസാരിക്കുന്നതിൻ്റെ നാണയത്തൊട്ടിന്റെ മിച്ചം സൂക്ഷിച്ചു വെക്കും. അത് ആവശ്യമുള്ള കുട്ടികളെ കരങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥന കൂടെ അതിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സും സാന്നിധ്യമെല്ലാം കൂടെ ഉണ്ടാവട്ടെ. ഒപ്പം യാത്രകളിൽ അപകടമില്ലാതെ ഒരുപാട് ഇടങ്ങളിലേക്ക് ഞങ്ങളുടെ പദസമ്പത്തുകൾ എത്തിക്കാനും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലുമാകാനും ഒക്കെ കരുത്തും ആയുസ്സും ഒക്കെ ഉണ്ടാവണമേ എന്ന് കൂടി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി വരുന്ന നിമിഷം എലഗൻസ 3.0 2K25 ആഘോഷമാക്കട്ടെ. മക്കളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. അതിനിടയിൽ ആരും എഴുന്നേറ്റ് പോകരുത്. മാക്സിമം അവർക്ക് നല്ല നിശബ്ദതയും നല്ല കയ്യടികളും സമ്മാനിച്ചുകൊണ്ട് അവരുടെ ആട്ടവും പാട്ടുമെല്ലാം സ്വീകരിക്കാൻ എലഗൻസ 3.0 ഉണരട്ടെ എന്ന് ആത്മാർത്ഥെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ മുഴുവൻ കുരുന്നുകൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഫിലിപ്പ് അമ്പാടിന്റെ നന്ദി സ്നേഹം അർപ്പിക്കുന്നു. താങ്ക് യു എവറിബഡി, ഓൾ ഓഫ് യു. നമ്മുടെ സ്റ്റേജിൽ ഇനി നമ്മുടെ റിട്ടയർഡ് തഹസിൽദാർ സാർ 2 വാക്ക് ആശംസ KN യൂസഫ് അലി സാർ നമുക്ക് വേണ്ടി ആശംസ അറിയിക്കുന്നു. അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ആദരവാണ്. അയ്യോ, ഞാൻ സാറിനെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതിന്റെ അപ്പുറത്താണ് ഞാൻ പേരെഴുതി വെച്ചത്. എന്നെ ഒരിക്കലും മറക്കാൻ പറ്റുന്ന സാറാണ്. കാരണം കലക്ടറുടെ ഗൺമാനായിരുന്നപ്പം തൊട്ടുള്ള പരിചയമാണ് സാറിനെ. സത്യത്തിൽ ഇതിന് പുറകെ ഞാൻ പേരെഴുതി വെച്ചത്. സോറി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ. താങ്ക് യു സാർ. വേദിയിലിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളായ PTA പ്രസിഡന്റ്, എൻ്റെ പ്രിയ സുഹൃത്തും, ഞങ്ങൾ ഒന്നിച്ച് 2 വകുപ്പുകളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും ഒന്നിച്ച് ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള ശ്രീ ഫിലിപ്പ് അമ്പാട്ട്, അൽഫിത്ര പ്രീ ഇസ്ലാമിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ബഷീർ തോട്ട, എൻ്റെ മറ്റൊരു സുഹൃത്തായ ശ്രീ ബഷീർ തോട്ടക്കാട്, വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റു മാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഈ ചടങ്ങിന് ഇവിടെ ഒരു അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ്. ഈ വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് സ്ഥാപനമായിട്ടുള്ളൂ. എങ്കിലും വളരെ ചുരുങ്ങിയ 2-3 മാസം ഞാനൊരു 4-5 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഹെഡ് മാസ്റ്റർ എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ്. മറ്റുള്ള ഉദ്ഘാടകൻ മേച്ചേരി യാഷിക്ക് എൻ്റെ മറ്റൊരു സുഹൃത്താണ്. പിടിച്ച് എന്നെ സ്റ്റേജിൽ കയറ്റിയതാണ്. ഞാൻ വരെ ഏതായാലും വന്ന സ്ഥിതിക്ക് എനിക്കൊരു വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ നന്മകൾക്കും ഉയർച്ചക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ
എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ആദരവാണ്. അബ്ദുറഹിമാൻ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി റബാനെ ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നതിനായി മുൻ PTA പ്രസിഡന്റ് ബഷീർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി 22 ജുസ് മനഃപ്പാഠമാക്കിയ അബ്ദുറഹ്മാൻ സമ്മാനം കൈമാറുന്നത് പ്രിയങ്കരനായ നമ്മുടെ PTA പ്രസിഡന്റ് ഷരീഫ് PV സാറാണ്. ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതിനുശേഷം ഫാത്തിമ PV, ഫാത്തിമ PVക്കുള്ള ആദരവ് കൈമാറുന്നത് റിട്ടയർഡ് തഹസിൽദാർ പ്രിയങ്കരനായ നമ്മുടെ KV യൂസുഫ് അലി സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവാണ്. അവര് പേര് വിളിച്ച് അവർ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് രക്ഷിതാക്കളെല്ലാം അവരുടെ മൊബൈലുകളെല്ലാം മാറ്റിവെച്ച് എണീറ്റ് നിന്ന് അവർക്ക് കൈയടിച്ച് പ്രോത്സാഹനം നൽകണമെന്ന് വിനയത്തോടു കൂടി അറിയിക്കുകയാണ്. പേരുകൾ ശ്രദ്ധിക്കുക: ആയിഷ അസ്ലിൻ, ആയിഷ മറിയം, അനയ നഹീം, ഹല അൽ ഫാത്തിമ, ബരീറ ഫാത്തിമ, ഫാത്തിമ ഐറിൻ, സലീൻ ഹിമാനി, ആയിഷ അദീന, അമീന ഫല്ല, നൈറ ഇഷാൽ, മുഹമ്മദ് സമാൻ, ആലി ഇമ്രാൻ, മുഹമ്മദ് അഹ്നാഫ്, റഹീം അലി, ഇലാൻ മുഹമ്മദ്, മുഹമ്മദ് ഷസിൻ, ഹംദാൻ മുഹമ്മദ്, അബ്ദുൽ ഹാഫിസ്. ഇവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. فيما أحفظه أتفكر، أقرأ وأرتل وأتدبر فيما أحفظه أتفكر، كي تعلو درجاتي أكثر، كي تعلو درجاتي أكثر في جنة رب المنان، في جنة رب المنان. نحن فتيات القرآن ننعم في خير وأمان بتلاوة آيات فضلا من عند الله الرحمن، من عند الله الرحمن. يا أمي يا أغلى الناس، يا أبتي يا تاج الراس، يا أمي يا أغلى الناس، يا أبتي يا تاج الراس، في الجنة وأمام الناس، في الجنة وأمام الناس، ألبسكم أغلى التيجان، ألبسكم أغلى التيجان. نحن فتيات القرآن ننعم في خير وأمان، نحن فتيات القرآن ننعم في خير وأمان بتلاوة آيات فضلا من عند الله الرحمن. ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കിയവർക്കുള്ള ആദരവാണ് സ്റ്റേജിൽ നടക്കുന്നത്. ആദ്യമായി ആയിഷ അസ്ലി. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് ആയിഷ അസ്ലിനെ ക്ഷണിക്കുകയാണ്. ആദരവ് നൽകുന്നതിനായി പ്രിയങ്കരനായ ഫിലിപ്പ് മമ്പാട് സാറിനെ ആദരപൂർവ്വം ഫ്രണ്ടിലോട്ട് ക്ഷണിക്കുകയാണ്.
കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പ്രിയങ്കരനായ നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാറ് ആദരവ് കൈമാറുകയാണ്, ഷീൽഡുകൾ കൈമാറുകയാണ്. താങ്ക് യു സർ. അടുത്തതായി ഐഷ മറിയം. ടീച്ചേഴ്സ് അവരെ സഹായിക്കേണ്ടതാണ്. ഐഷ മറിയം ടീച്ചേഴ്സ് സഹായിക്കാൻ ശ്രദ്ധിക്കുക. ഐഷ മറിയം ആദരവ് ഏറ്റുവാങ്ങുന്നു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഖുർആൻ പൂർത്തിയാക്കിയ താങ്ക് യു സർ. അടുത്തതായി അനായ നഹീം. അനായ നഹീം ആദരവ് ഏറ്റുവാങ്ങുന്നു. നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാറിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങുന്നു. ഓക്കെ, താങ്ക് യു സർ. അടുത്തതായി ഹല ഹൽ ഫാത്തിമ. ഹല ഹൽ ഫാത്തിമ ആദരവ് ഏറ്റുവാങ്ങുകയാണ്. ബരീറ ഫാത്തിമ. ബരീറ ഫാത്തിമ. ബരീറ ഫാത്തിമ ആദരവ് ഏറ്റുവാങ്ങുന്നു. താങ്ക് യു. ഫാത്തിമ ഐറിൻ. സലീൻ ഹിമാനി. സലീൻ ഹിമാനി. ആയിഷ അദീന. ആയിഷ അദീന ഫിലിപ്പ് മമ്പാട് സാറിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുന്നു. അമീന ഫല്ല. അമീന ഫല്ല ആദരവ് ഏറ്റുവാങ്ങുന്നു. താങ്ക് യു സർ. നൈറ ഇഷാൽ. നൈറ ഇഷൽ. ഫിലിപ്പ് മമ്പാട് സാറിൽ നിന്നും നൈറ ഇഷൽ ആദരവ് ഏറ്റുവാങ്ങി. സന്തോഷം സാർ, താങ്ക് യു. അടുത്തത് മുഹമ്മദ് സമാൻ. മുഹമ്മദ് സമാൻ. മുഹമ്മദ് സമാൻ ആദരവ് ഏറ്റുവാങ്ങുന്നു. സന്തോഷം നിറഞ്ഞ ഈ ധന്യ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം കുറിക്കുന്നവർ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുക. അലി ഇമ്രാൻ. അലി ഇമ്രാൻ ആദരവ് ഏറ്റുവാങ്ങുന്നു. മുഹമ്മദ് അഹ്നാഫ്. അടുത്തതായി മുഹമ്മദ് അഹ്നാഫ്. റഹീം അലി. ആദരവ് ഏറ്റുവാങ്ങുന്നു. താങ്ക് യു സർ. ഇലാൻ മുഹമ്മദ്. എലഗൻസ 2025 ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താങ്ക് യു സർ. മുഹമ്മദ് ഷസിൻ. മുഹമ്മദ് ഷസിൻ ആദരവ് ഏറ്റുവാങ്ങുന്നു. അൽ ഫിത്ര അൽ വതൻ ഇസ്ലാമിക് പ്രീ സ്കൂളിലെ ഖത്മുൽ ഖുർആൻ കുട്ടികൾക്കുള്ള ആദരവാണ്. അബ്ദുൽ ഹാഫിസ്. ബഹുമാന്യനായ ഹംദാൻ മുഹമ്മദ്. സോറി, ഹംദാൻ മുഹമ്മദ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പോലീസ് ഓഫീസറുമായി നമ്മുടെ ഈ പരിപാടിക്ക് പങ്കുചേരാൻ വന്ന സാറ് അബ്ദുൽ ഹാഫിസിന് സമ്മാനം കൈമാറുന്നു. താങ്ക് യു. വളരെ സന്തോഷം നിറഞ്ഞ ഈ മുഹൂർത്തത്തിൽ പങ്കെടുത്ത അതിഥികൾക്കും ഈ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും
അൽ ഫിത്ര അൽ വതൻ ഇസ്ലാമിക് പ്രീ സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ألبسكم أغلى التيجان ألبسكم أغلى التيجان نحن فتيات القرآن ننعم في خير وأمان نحن فتيات القرآن ننعم في خير وأمان بتلاوة آيات فضلا من عند الله الرحمن. പുല്ലാനൂരിലെ ഈ സുന്ദരമായ ഓഡിറ്റോറിയത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുത പാരായണങ്ങളുടെ അലയൊലികൾ കൊണ്ട് പ്രകമ്പനം കൊള്ളുകയാണ്. ഒട്ടനവധി പരിപാടികൾ നമുക്ക് താണ്ടേണ്ടതുണ്ട്. അൽ ഫിത്രയുടെ കൊച്ചു കലാഹൃദയങ്ങളിൽ നിന്നും പകർന്നാടുന്ന ഒട്ടേറെ കിളിക്കൊഞ്ചലുകൾക്ക് വേദി സാക്ഷ്യം കുറിക്കും. മുഞ്ചുള്ള മണവാട്ടിയും മണവാളനും സ്റ്റേജിന് പിന്നിൽ മൈലാഞ്ചി ചോപ്പ് മാറാൻ കാത്തിരിക്കുകയാണ്. ഈ പരിപാടിയുടെ മനോഹരമായ ഉദ്ഘാടന സെഷനും സമ്മാന അവാർഡ് ദാന സെഷനുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിൽ ഒട്ടേറെ പരിപാടികൾ ഇനിയും അരങ്ങേറാനുണ്ട്. أقرأ وأرتل وأتدبر فيما أحفظه أتفكر أقرأ وأرتل وأتدبر فيما أحفظه أتفكر كي تعلم. സാറിനെ ആദരപൂർവ്വം നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ PTA പ്രസിഡന്റ് PV ഷെരീഫ് സാഹിബാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മഞ്ചേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിക് മേച്ചേരിയാണ്. അദ്ദേഹത്തിന് ഈ കമ്മിറ്റിയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി നമുക്ക് എത്തിച്ചേർന്നത് ഫിലിപ്പ് മമ്പാട് സാർ. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഷീർ തോട്ടേക്കാട്, അതുപോലെ KN യൂസുഫ് അലി സാഹിബ്, എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. وبه يتربى الأجيال وبه يتربى الأجيال نور دربي بالقرآن واشرح صدري بالإيمان واغفر ذنبي يا رحمن واستر عيبي يا منان واستر عيبي يا منان. القرآن سلاح المؤمن كالأترج طعم حلو والسفرة للباهر صحب والشاقي له أجر ضعف والشاقي له أجر ضعف. اقرأ رتل للآيات تعلو تعلو في الدرجات ولك تضاعفها الحسنات والتعليم به الخيرات والتعليم به الخيرات. نور دربي بالقرآن واشرح صدري بالإيمان واغفر ذنبي يا رحمن واستر عيبي يا منان واستر عيبي